ഹായ് ഓൾ, വെൽക്കം ടു SCRT സമഗ്ര. കേരള ബേസിക് ജോഗ്രഫിയാണ് നോക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട നദികളും പാലങ്ങളും. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? കല്ലടയാറിലാണ്. പുനലൂർ തൂക്കുപാലവും ഏനാത്ത് പാലവും സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറിലാണ്. പുനലൂർ തൂക്കുപാലം ആൻഡ് ഏനാത്ത് പാലം കല്ലടയാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാർത്താണ്ഡവർമ്മ പാലം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയിലാണ്. മാർത്താണ്ഡവർമ്മ പാലം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയിലാണ്. ചമ്രവട്ടം റെഗുലേറ്റർ ബ്രിഡ്ജ് ഭാരതപ്പുഴയിലാണ്. ചമ്രവട്ടം റെഗുലേറ്റർ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. കുറ്റിപ്പുറം പാലം ഭാരതപ്പുഴയിലുള്ള പാലമാണ് കുറ്റിപ്പുറം പാലം. മൊയ്തു പാലം സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടി പുഴയിലാണ്. മൊയ്തു പാലം. ഏതൊക്കെ പഠിച്ചത്? പുനലൂർ തൂക്കുപാലം ഏനാത്ത് പാലം സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറില്. പുനലൂർ തൂക്കുപാലം ആൻഡ് ഏനാത്ത് പാലം കല്ലടയാറില്. മാർത്താണ്ഡവർമ്മ പാലം പെരിയാർ നദിയിലാണ്. ചമ്രവട്ടം റെഗുലേറ്റർ ബ്രിഡ്ജ് ഭാരതപ്പുഴ. കുറ്റിപ്പുറം പാലം സ്ഥിതി ചെയ്യുന്നതും ഭാരതപ്പുഴയിൽ തന്നെ. മൊയ്തു പാലം സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടി പുഴ കേട്ടോ. അഞ്ചരക്കണ്ടി പുഴയാണ്. ഇനി വയനാട് പീഠഭൂമിയെ കുറിച്ച് പറയാം. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് വയനാട് പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശമാണ് വയനാട് പീഠഭൂമി. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? അത് വയനാട് പീഠഭൂമിയാണ്. ഡെക്കാൻ ഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശമാണ് വയനാട് പീഠഭൂമി. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ചുരമാണ് ആലുവാമൂഴി ചുരം. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ചുരം ഏതാണ്? ആലുവാമൂഴി ചുരമാണ്. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം ഏതാ? അത് ആലട്ടി ചുരം കേട്ടോ. ആലട്ടി ചുരം കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരമാണ് ആലട്ടി ചുരം. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ചുരമാണെങ്കിൽ ആലുവാമൂഴി ചുരം. ആലുവാമൂഴി ചുരം കണക്ട് ചെയ്യുന്ന ഏതൊക്കെ സ്ഥലങ്ങളറിയാം? തിരുവനന്തപുരത്തിനെ തിരുനെൽവേലിയും കണക്ട് ചെയ്യുന്ന ചുരമാണ് ആലുവാമൂഴി ചുരം. അപ്പോൾ കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ചുരമാണ് ആലുവാമൂഴി ചുരം. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരമാണ് ആലട്ടി ചുരം. ഓക്കെ, താങ്ക് യു.